വഇദാ റഔക അൻ യത്തഖിദൂക ഇല്ലാ ഹുസ്വാ ഹാദല്ലദീ ബഅസല്ലാഹു റസൂല. തങ്ങളെ അവർ അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും, അവർ പരിഹാസ രൂപേണ അങ്ങയെ നോക്കും. പരിഹാസ രൂപേണ ഖുർആൻ പറയാണ് കേട്ടോ. അവർ അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ അവരൊരു കളിതമാശയായിട്ടല്ലാതെ അങ്ങയെ കാണുകയില്ല നബിയെ. അവര് പറയും, ഹാദല്ലദീ ബഅസല്ലാഹു റസൂല, ഇവനെയാണോ അല്ലാഹു നബിയാക്കാൻ കിട്ടിയത് എന്നവർ ചോദിക്കും. സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ സുഹൈൽ ഇബ്നു അംർ മക്കയിലെ മുശ്രിക്കീങ്ങളിലെ ഏറ്റവും സാഹിത്യ രൂപേണ സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രഭാഷകനായിരുന്നു. നല്ല ഭംഗിയായി സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രഭാഷകൻ. ഈ സുഹൈൽ ഇബ്നു അംറിന്റെ ഒരൊറ്റ തൊഴിലേയുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുക, തങ്ങളെ പരിഹസിക്കുക. നല്ല സാഹിത്യ അഭിരുചിയുള്ള മനുഷ്യനാണ് ഇവൻ. സംസാരിക്കാൻ തുടങ്ങിയാൽ അവിടെയുള്ള ആളുകളെല്ലാം അവന് ചുറ്റും ഒരുമിച്ച് കൂടും. നല്ല പ്രഭാഷകനാണ്, നല്ല പാട്ടെല്ലാം പാടും. സുഹൈൽ ഇബ്നു അംർ മക്കയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്ന 13 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിരന്തരം ആക്ഷേപിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആദ്യം മുതലേ ആക്ഷേപിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഈ സാഹിത്യ വാക്കുകളൊക്കെ അറിയാവുന്നത് കൊണ്ട്, അറബി സാഹിത്യത്തിന്റെ കുലപതി ആയതുകൊണ്ട് തന്നെ അവൻ പറയുന്നത് കേൾക്കാനും കൂടിയിരുന്ന് ചിരിക്കാനും ആളുകളും കൂടുതലായിരുന്നു. സുഹൈൽ ഇബ്നു അംർ. സുഹൈൽ ഇബ്നു അംറിനെ തടവിൽ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവர்கள் പറയുന്ന ഒരു വാക്കുണ്ട്, തങ്ങളെ അവനെ എനിക്ക് വിട്ടേക്ക്. ഈ പ്രായശ്ചിത്തം മേടിച്ചിട്ട് അവരെ മോചിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ സുഹൈലിന്റെ വിഷയത്തിൽ അവനെ വെറുതെ വിടാൻ പാടില്ല നബിയെ. മിനിമം അവന് 2 പല്ലെങ്കിലും അടിച്ച് താഴെ വിടാൻ പാടുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. അവനെ എനിക്ക് വിട്ടേക്ക്, അവന്റെ 2 പല്ല് ഞാൻ താഴെ. അവനിനി അങ്ങയെ പറ്റി ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. പറയുമ്പോ നാവ് കുഴയണം, അങ്ങനെയുണ്ടല്ലോ. ആ വാക്ക് തന്നെയാണ്, അവന്റെ 2 മുൻപല്ലടിച്ച് താഴെ ഇടണം എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇതൊരു വൈകാരിക, നമ്മുടെയൊക്കെ തല അതാണ്, നമുക്ക് ഇഷ്ടം അതാണ്. അങ്ങനെയുള്ളവന്മാർ 2 കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും വൈകാരിക തല അതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയണം, എന്നെ വിട്ടേക്ക് നബി, അവന്റെ 2 പല്ലടിച്ച് ഞാൻ താഴെ ഇടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. നീ ഒരൽപ്പം മയം കാണിക്കും ഉമറേ, സുഹൈലിനെ കൊണ്ട് നീ സന്തോഷിക്കുന്ന ഒരു രംഗം നിനക്ക് നിന്റെ ജീവിതത്തിൽ വരും എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയുണ്ട്. മുശ്രിക്കത്താണ്, തങ്ങളെ ആക്ഷേപിക്കുന്നവരാണ്, തങ്ങളെ കളിയാക്കുന്നവരാണ്. തങ്ങൾക്കതറിയാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉമ്മയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ദീനിലേക്ക് വാ, ഇസ്ലാമിലേക്ക് കടന്നു വാ. ആ സമയത്തും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന പ്രവാചകന്മാരുടെ പിതാക്കന്മാരോട് ചേർത്തുള്ള ആക്ഷേപങ്ങളാണ് ഉമ്മ പറഞ്ഞത്. സങ്കടത്തോടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവர்கள் പരിശുദ്ധ റസൂലിന്റെ സന്നിധിയിൽ വരുന്നുണ്ട്. വേദനയോടെ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. തങ്ങളെ എപ്പോഴും ഇത് തന്നെയാണ്, അങ്ങയെ ആക്ഷേപിക്കലാണ് ഉമ്മയുടെ ജോലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാനെ കൊണ്ടാൻ കാണിച്ചു കൊടുക്കാം. ആഹാ, എന്നെ ആക്ഷേപിക്കാം, അങ്ങനെയൊക്കെ ആയി തുടങ്ങിയോ? എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവர்கள் നബി തങ്ങളോട് പറയുന്ന വാക്ക്, തങ്ങളെ എന്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, അവർ ദീനിലേക്ക് വരാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ആലോചിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബൂ ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മയ്ക്ക് നീ ഹിദായത്ത് കൊടുക്കണമേ പടച്ചവനെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവர்கள் ആ ദുആയും കേട്ടുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ, അവർ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ കുളിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്, വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുകയാണ്. ഉമ്മ കുളിച്ചിറങ്ങി ഡ്രസ്സ് മാറി വരുന്നു. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. الصلاة والسلام على أشرف المخلوقين سيدنا وحبيبنا محمد وآله وصحبه أجمعين. أما بعد
فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. صدق الله العظيم. ഏറ്റവും സമാദരണീയരായ കാഫിലയുടെ സഹയാത്രികരെ, സൂറത്തുൽ ഫുർഖാനിന്റെ 9-ാമത്തെ ആയത്താണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. സൂറത്തുൽ ഫുർഖാനിന്റെ വിശദീകരണമാണ് കാഫിലയുടെ ഈ മാസാന്ത്യ സെഷനിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിനെ അറിയലും മനസ്സിലാക്കലും അതിന്റെ ആശയങ്ങളിലേക്ക് എത്തലും മുഅ്മിനീങ്ങളായ നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. 9-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ ഓതി വെച്ചത്. അല്ലാഹു പറയുന്നു, ഉൻദുർ കൈഫ ലറബൂ ലക്കൽ അംസാൽ ഫളല്ലൂ ഫലാ യസ്തതീഊന സബീല. അങ്ങ് നോക്കണം നബിയെ, അവരെങ്ങനെയെല്ലാമാണ് അങ്ങേക്ക് ഉപമകൾ സൃഷ്ടിക്കുന്നത്. ഫളല്ലൂ, അതിലൂടെ അവർ വഴികിടുകയാണ് ചെയ്യുന്നത്. ഫലാ യസ്തതീഊന സബീല, അവർക്കതിലൂടെയൊന്നും ഒരു മാർഗവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതെന്തൊരു പ്രവാചകനാണ്! ആ പ്രവാചകൻ മാർക്കറ്റിലൂടെ സഞ്ചരിക്കുന്നു, നടക്കുന്നു, കച്ചവടാദി കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നു. അള്ളാഹുവിന് ഒരു പ്രവാചകനെ അയക്കണമായിരുന്നുവെങ്കിൽ ഒരു മലക്കിനെ അയക്കാമായിരുന്നുവല്ലോ. ഇനി അതല്ല, ഒരു പ്രവാചകനെ അയക്കണമായിരുന്നുവെങ്കിൽ നമ്മളെക്കാളൊക്കെ സാമ്പത്തികമായ ശേഷി നൽകി അയക്കാമായിരുന്നല്ലോ. നമ്മളെപ്പോലെ ഉയർന്ന കെട്ടിടങ്ങളുള്ള വലിയ മണിമാളികകളിൽ താമസിക്കുന്ന ആളുകളെ പ്രവാചകനായി അള്ളാഹുവിന് വേണമെങ്കിൽ അയക്കാമായിരുന്നല്ലോ. ഇതെന്തൊരു പ്രവാചകനാണ്! സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്ന ഒരു പ്രവാചകൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം അതിന്റെ വിശദീകരണമാണ് പഠിച്ചത്. അതിന് ബാക്കിയായിട്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, ഉൻദുർ, അങ്ങ് ചിന്തിക്ക്, അങ്ങ് നോക്കണം നബിയെ, കൈഫ ലറബൂ ലക്കൽ അംസാൽ, അവരെങ്ങനെയൊക്കെയാണ് അങ്ങേക്ക് വേണ്ടി ഈ ഉപമകൾ നിർമ്മിക്കുന്നത്. ഫളല്ലു, അതൊന്നും അവർക്ക് നേരായ വഴി കണ്ടെത്താൻ കഴിയുകയോ അവർക്ക് സമാധാനമാകുന്ന നിലയിൽ അങ്ങയുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ സഹായിക്കുന്നില്ല. അവർക്കതിലൂടെയൊന്നും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല, സാധിക്കുന്നില്ല. ഫലാ യസ്തതീഊന സബീല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം തുടങ്ങിയ സമയം മുതൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് അവരുടെ സാമ്പ്രദായികമായ ചിന്തകൾക്കെതിരെ സംസാരിച്ചു തുടങ്ങിയോ, കാലങ്ങളായി അവർ ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമായ ഖുർആനിന്റെ പിൻബലത്തിൽ വിമർശിക്കാൻ തുടങ്ങിയോ, അന്നു മുതൽ മക്കയിലെ ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകാര്യനല്ല, പരിഹാസപാത്രമാണ്. പല നിലയിൽ അവർ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കുന്നുണ്ട്. അതിന്റെ ഒരുപാട് ഭാഗങ്ങളെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ ആക്ഷേപിച്ചതിന്റെ വിവിധങ്ങളായ ചിത്രങ്ങൾ ഖുർആനിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നബിനിന്ദ എന്ന് നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റിന് പേര് വെക്കാനുള്ള കാരണം.
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തെ നിഷേധിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ എന്തിനാണ് ഇങ്ങനെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ നബിയാക്കി അയക്കേണ്ട ഗതികേട് അള്ളാഹുവിന്? അവർക്ക് അള്ളാഹുവിലെ വിശ്വാസമില്ല. അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. പക്ഷെ അള്ളാഹു മാത്രം പോരാ എന്നതാണ് അവരുടെ പ്രശ്നം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി വിവിധങ്ങളായ കാര്യങ്ങൾ അവർ പടച്ചുണ്ടാക്കി. ഈ ആയത്ത് എടുത്തു കാണിക്കുന്നത് ആ നിന്ദയുടെ, അവരുടെ പരിഹാസത്തിന്റെ ഒരു രൂപത്തെയാണ്. ഈ നബി നിന്ന എന്നത് സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ അത് ആരംഭിക്കുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്ത് മുതലാണ്. എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ ഈ പ്രവാചക ആക്ഷേപമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയ നൂറ്റാണ്ടിലുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തിലുമുണ്ട്. പല തലങ്ങളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുന്നുണ്ട് ശത്രുക്കൾ. ഒരു ഘട്ടത്തിലും ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും ഈ നബി നിന്ന ഒഴിവായിട്ടില്ല. അതിങ്ങനെ തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. പുതിയ കാലത്തെ പ്രവാചക പരിഹാസത്തിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തകൾ വായിക്കുമ്പോൾ, വിശേഷങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന തോന്നും, വലിയ സങ്കടം തോന്നും. പക്ഷേ സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രം വായിച്ചിട്ടുള്ള ഒരാൾക്ക് പുതിയ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന പ്രവാചക ആക്ഷേപങ്ങൾ അത് താരതമ്യേന കുറവാണ് എന്നാണ് മനസ്സിലാവുക. താരതമ്യേന കുറവാണ്. പഴയതിന്റെ ആവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് പ്രവാചകരുടെ വ്യക്തിജീവിതം എടുത്തുകൊണ്ടാണെങ്കിലും, കുടുംബജീവിതം എടുത്തുകൊണ്ടാണെങ്കിലും, സാമൂഹ്യ ജീവിതം എടുത്തുകൊണ്ടാണെങ്കിലും, പൊതുസമൂഹത്തിന്റെ നിലപാടുകൾ എടുത്തുകൊണ്ടാണെങ്കിലും, അത് ഏത് മേഖലയിൽ പരിശോധിച്ചാലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് സഹോദരങ്ങളെ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് വേദനയുള്ള കാര്യമാണ്. ആ വേദന ഇല്ലായ്മയല്ല, വേദന തന്നെയാണ്. പക്ഷെ ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക ചരിത്രത്തെ വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പഴയതിന്റെ ആവർത്തനമാണ്. പഴയതിന്റെ ആവർത്തനമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്ഷേപിക്കപ്പെടുന്നത് കാണുമ്പോൾ മുഅ്മിനീങ്ങളായ എനിക്കും നിങ്ങൾക്കും വരുന്ന വൈകാരികമായ ഒരു അവസ്ഥയുണ്ട്. ആ വൈകാരിക അവസ്ഥ പലപ്പോഴും നിയന്ത്രണാതീതമാണ്. അത് നമുക്ക് നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തിന്റെ പ്രതിഫലനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാകട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. പീസ് ബി അപ്പോൺ ഹിം സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയാതെ ആ പേര് പോലും നമ്മൾ ഉച്ചരിക്കില്ല. അങ്ങനെയുള്ള നമ്മളുടെ മുമ്പിൽ പരിശുദ്ധ റസൂലിനെ അപഹസിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളും വർത്തമാനങ്ങളും പച്ചയായ നുണകളും കാണുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകും. നമ്മളുടെ മനസ്സ് തിളയ്ക്കും. ഈമാനികമായ നമ്മളുടെ പ്രതികരണങ്ങൾ ചിലപ്പോൾ അത് അതിരുവിടും. സഹോദരങ്ങളെ, ഏത് വിഷയത്തിലും നമുക്ക് നിലപാടുകൾ നിശ്ചയിക്കേണ്ടത് ആരാണ്? കാഫിലയിലെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ ദീനിയായ വിഷയത്തിൽ നിലപാടുകൾ രൂപപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? നിലപാടുകൾ രൂപപ്പെടുത്തേണ്ടതിന് ദീനിയായ മാനദണ്ഡങ്ങൾ ഉണ്ടോ ഇല്ലയോ? ഈ നബി നിന്ന എന്ന പരിശുദ്ധ റസൂലിനെ ആക്ഷേപിക്കുന്ന ഈ പ്രയോഗങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തങ്ങളുടെ നുബുവ്വത്ത് മുതൽ തുടങ്ങിയ കാര്യമാണ് എങ്കിൽ തങ്ങളുടെ കാലത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെതിരെ സ്വീകരിച്ച നിലപാട് എന്താണ്? അക്കാലത്തെ മുഅ്മിനീങ്ങളോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
കൽപ്പിച്ച രീതി ഏതാണ്? നമ്മളെക്കാൾ സ്നേഹമുണ്ടായിരുന്നു സ്വഹാബത്തിന് എന്ന് നമുക്കറിയാമല്ലോ. സംശയമുണ്ടോ? എനിക്ക് എന്റെ നബിയോടുള്ള ഇഷ്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം, പുതിയ കാലത്തിന് പരിശുദ്ധ റസൂലിനോടുള്ള പ്രണയം, സ്നേഹം, ആ സ്നേഹം പരിശുദ്ധ റസൂലിന്റെ സ്വഹാബത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന് സമാനമാകുമോ? ഒരിക്കലുമില്ല. പരിശുദ്ധ സ്വഹാബത്ത് നബിതങ്ങളെ സ്നേഹിച്ചതുപോലെ പിൽക്കാലത്ത് വന്ന ആർക്കും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കിലേക്ക് ഉയരാൻ സാധിക്കുകയില്ല. ആ സഹാബത്തിന്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കപ്പെട്ടപ്പോ തങ്ങൾ സ്വീകരിച്ച നിലപാട് എന്താണ്? ഖുർആൻ ആ വിഷയത്തിൽ നമ്മളോട് വരച്ച് കാണിക്കുന്ന അതിർത്തികൾ എന്താണ്? ബൗണ്ടറികൾ എന്താണ്? സഹോദരങ്ങളെ, ഇത് ഇന്നത്തെ കാലത്ത് പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്, ആശയപരമായും താത്വികമായും. ഇനി അതല്ല നമ്മുടെ വൈകാരിക തലങ്ങളിൽ നിന്നുകൊണ്ടാണെങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഉൻദുർ കൈഫ ളറബൂ ലക്കൽ അംസാൽ എന്ന ആയത്തിന്റെ കീഴിൽ നമ്മൾ ഈ നബി നിന്ന എന്ന് പറയുന്ന വിഷയം എടുത്തത് തന്നെ. ഇന്ന് നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ, സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ധാരാളം ലേഖനങ്ങൾ കാണാൻ കഴിയും. സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുന്നവർ പ്രവാചകരെ വിശ്വസിക്കാത്ത, പ്രവാചക അനുയായികൾ അല്ലാത്ത, പരസ്യമായി പ്രവാചക അനുയായികളല്ലാത്ത മറ്റ് മതങ്ങളിലെ വ്യക്തികളാണ് എങ്കിൽ ആശയപരമായ പാപ്പരത്വത്തിന്റെ പേരിലോ അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടോ ഉള്ള പ്രവണതകളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ ഇത് പറയുന്നതിൽ മുസ്ലിം നാമധാരികളുണ്ട്. ഈ മുസ്ലിം നാമധാരികൾ ഉണ്ട് എന്നുള്ളത് ഇതിനു മുമ്പുള്ള ചരിത്രങ്ങളിലുമുണ്ട്. നാമം പേറുന്നവർ. പുതിയ കാലത്ത് ഹദീസുകൾക്കെതിരെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾക്കെതിരെ നിലപാടുകൾ എടുക്കുന്നവരിൽ ഹദീസ് നിഷേധികളായ, മുസ്ലിം നാമം പേറുന്ന, പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ പണ്ഡിത വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നവർ വരെയുണ്ട്. തങ്ങൾ എന്ത് നിലപാടാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം? സഹോദരങ്ങളെ, അത് പഠിക്കണം. ഒരിക്കൽ മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവர்களுം പരിശുദ്ധ റസൂലും ഇരിക്കുന്ന വേളയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളിൽപ്പെട്ട കുറച്ച് ആളുകൾ നബി തങ്ങളുടെ അടുക്കൽ സംസാരിക്കാൻ അനുവാദം ചോദിച്ചു. മിനൽ യഹൂദ്, യഹൂദികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ നബി തങ്ങളുടെ അടുക്കൽ കടന്നു വരാൻ അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം നൽകി. യഹൂദികളായ ആളുകളാണ്, ജൂതന്മാരാണ്. അവർ കയറി വന്ന് പറയുന്ന വാക്ക് അസ്സലാമു അലൈക്കും. സലാം പറയുന്ന രീതിയിൽ തന്നെ, നമ്മൾ സലാം പറയുന്ന രീതിയിൽ തന്നെ അസ്സലാമു അലൈക്കും എന്ന പദത്തിന് പകരം അസ്സലാമു അലൈക്കും. ചിലപ്പോ നമ്മുടെ ഈ സലാം അങ്ങനെയൊക്കെ ആയി പോലുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. നമ്മൾ പിന്നെ പരസ്പരം ഒരു ധാരണയുള്ളത് കൊണ്ട് അതങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഇസ്ലാം ഇസ്ലാം എന്താണ് വാക്ക്, അക്ഷരം നോക്കി കിട്ടില്ല. അപ്പൊ ഈ പരസ്പരം മനസ്സിലാകാത്ത നിലയിൽ അസ്സാം അസ്സലാം പരസ്പരം സാദൃശ്യമുള്ള പദാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ യുവാക്കൾ വായിച്ചിരിക്കണം, നിർബന്ധമായും പഠിച്ചിരിക്കണം. അത്രയും മിടുക്കിയായ ഒരു മറ്റൊരു വനിതയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു തആല അൻഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ നിർബന്ധമായും നമ്മൾ വായിച്ചിരിക്കണം. എല്ലാം മിടുക്കിയായ പരിശുദ്ധ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹധർമ്മിണി, നമ്മുടെ ഉമ്മ.
ആയിഷ റളിയല്ലാഹു അൻഹയും ഇരിക്കുമ്പോഴാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദികൾ കയറി വരുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവരുടെ വാക്ക് മനസ്സിലായി. അസ്സാം എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് അർത്ഥം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ നാശം ഉണ്ടാവട്ടെ എന്നാണ്. അസ്സലാമു അലൈക്കും എന്ന വാക്കിനെ അവർ ഒരു മിമിക്രി പോലെ അവതരിപ്പിക്കുകയാണ്, കളിയാക്കി അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നാശം ഉണ്ടാവട്ടെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർക്ക് ദേഷ്യം വന്നു, അവരുടെ പ്രതികരണം ഉയർന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ച് അവർ അതിന് മറുപടി പറയാൻ ആരാഞ്ഞു. അങ്ങനെ തുനിഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മഹ്ലൻ യാ ആയിഷ വഅലൈക്കുമുസ്സലാം. ആയിഷ ബീവി അങ്ങനെ പറഞ്ഞു, നാശം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. വഅലൈക്കുമുസ്സലാം, നാശം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നബി തങ്ങൾ പറഞ്ഞു, മഹ്ലൻ യാ ആയിഷ, സമാധാനപ്പെട ആയിഷ. മഹ്ലൻ യാ ആയിഷ അലൈക ബിർറിഫ്ഖ്, നീ ഇത്തിരി മയപ്പെടണം. അവരത് പറയട്ടെ, നീ ഇത്തിരി മയപ്പെടണം. അലൈക ബിർറിഫ്ഖ്. മറ്റൊരു റിവായത്തിലുള്ളത് ഇന്നല്ലാഹു റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ ഫീ കുല്ലി ഷൈഇൻ. അല്ലാഹു മയമുള്ളവനാണ്, എല്ലാ കാര്യത്തിലും അല്ലാഹു മയത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ആയിഷ ഒന്നും മയം പാലിക്കുക. വഇയ്യാക വൽ അനഫ, നീ അനഫിനെ സൂക്ഷിക്കണം. വൽ ഫുഹ്ഷ, നാവിൽ മോശമായ വാക്കുകൾ വരാൻ പാടില്ല, നീ അതിനെ സൂക്ഷിക്കണം. അനഫ് പാടില്ല. അനഫ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ ബി മോർ ഇന്റൻസ്. ബി മോർ ഇന്റൻസ്, നീ അങ്ങനെ അതിരി വിട്ടു പോകരുത്. അലൈക ബിർറിഫ്ഖി യാ ആയിഷ. ആയിഷ ഒന്ന് മയപ്പെട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി പറഞ്ഞത് വഅലൈക്കും എന്ന് മാത്രമാണ്. വഅലൈക്കും, നിങ്ങൾക്കും. നിങ്ങൾ സലാമാണ് ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾക്കും സലാം. നിങ്ങൾ നാശം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും നാശം. വഅലൈക്കും. ഇന്നും അങ്ങനെ മറുപടി പറയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞ അത് പറയാൻ വേണ്ടി സദസ്സിലേക്ക് കടന്നു വന്ന് ഭാര്യയുടെ മുമ്പിൽ വെച്ച് പ്രവാചകരുടെ മുമ്പിൽ പരസ്യമായി പറഞ്ഞ അവരോട് അതേ ഭാഷയിൽ മറുപടി പറഞ്ഞ തന്റെ സഹധർമ്മിണിയോട് പറയുകയാണ് മുഹമ്മദ് മുസ്തഫ. ഇത്തിരി മയം കാണിക്ക ആയിഷ എന്ന. സഹോദരങ്ങളെ, നബി നിന്ദയുടെ വിഷയത്തിൽ നമുക്കൊരു നിലപാട് വേണം. ആ നിലപാട് പരിശുദ്ധ ഖുർആന്റെ നിലപാടായിരിക്കണം. അത് എന്റെയും നിങ്ങളുടെയും വൈകാരിക തലത്തിന്റെ മേലുള്ള നിലപാടാവാൻ പാടില്ല. ആ നിലപാട് പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിന്റെ കീഴിൽ വരുന്നതായിരിക്കണം. നാം സ്വീകരിക്കേണ്ട ശൈലി അതായിരിക്കണം. തങ്ങളെ ആക്ഷേപിക്കപ്പെട്ടപ്പോ ഖുർആൻ എന്താണ് ചെയ്തത്? ആക്ഷേപത്തിന്റെ വചനങ്ങൾ പരിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്. ആ ആവർത്തിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആന്റെ ശൈലി എന്താണ്? നിന്ദകരോട് ഏത് നിലയിൽ പെരുമാറാനാണ് അല്ലാഹു തആല നിർദ്ദേശിച്ചത്? നിന്ദകരെ അല്ലാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചവരെ ഏത് നിലയിലാണ് നേരിട്ടത്? അതിന് പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് ആയത്തുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. وَإِذَا رَأَوْكَ أَن يَتَّخِذُوكَ إِلَّا هُزُوًا هَذَا الَّذِي بَعَثَ اللَّهُ رَسُولًا. തങ്ങളെ അവർ അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും, അവർ പരിഹാസ രൂപേണ അങ്ങയെ നോക്കും. പരിഹാസ രൂപേണ ഖുർആൻ പറയാണ് കേട്ടോ. അവർ അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ ഈ യത്തഖിദൂനക ഇല്ലാ ഹുസുവാ, അവരൊരു കളിതമാശയായിട്ടല്ലാതെ അങ്ങയെ കാണുകയില്ല നബിയെ. അവര് പറയും ഹാദല്ലദീ ബഅസല്ലാഹു റസൂല, ഇവനെയാണോ അല്ലാഹു നബിയാക്കാൻ കിട്ടിയത് എന്നവർ ചോദിക്കും. ഹാദല്ലദീ ബഅസല്ലാഹു റസൂല, ഖുർആനാണ്, വേറെ ആരുടെയും പദമല്ല. ഹാദല്ലദീ ബഅസല്ലാഹു റസൂല, ഇവനെയാണോ അല്ലാഹുവിനെ പ്രവാചകനാക്കാൻ തോന്നിയത്? ഈ പരിഹാസത്തിന്റെ വർത്തമാനം പരിശുദ്ധ ഖുർആൻ നമ്മളുടെ മുമ്പിൽ എടുത്തു പറയുന്നുണ്ട്. അവർ പരിഹസിക്കുന്നതിനെ ഭ്രാന്തൻ എന്ന് പരിശുദ്ധ ഖുർആൻ
അവർ ആക്ഷേപിക്കുന്നതിന് നമ്മളുടെ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നു, വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി الذിക്റു ഇന്നക ലമജ്നൂൻ. അവർ പറയും, യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി الذിക്ർ, ബോധനം വരുന്നു, വഹ്യു വരുന്നു എന്ന് അവകാശപ്പെടുന്ന മനുഷ്യ, ഇന്നക ലമജ്നൂൻ, നീ ഒരു ഭ്രാന്തനാണ്, നീ ഒരു ഭ്രാന്തനാണ്. അവരങ്ങനെ പറയും. വാലറ്റവനാണ് എന്ന് പറഞ്ഞ് അങ്ങയെ അവർ ആക്ഷേപിക്കും നബിയെ. അവരാക്ഷേപിക്കുന്ന ആക്ഷേപത്തെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം വാലറ്റവൻ, പിൻഗാമിയില്ലാത്തവൻ. വാലറ്റ് പോവുക എന്ന് പറഞ്ഞാൽ പിൻഗാമിയില്ലാത്തവൻ എന്നർത്ഥം. ആക്ഷേപിച്ചപ്പോ പരിശുദ്ധ ഖുർആൻ അതിന് മറുപടിയായി പറഞ്ഞത്, അങ്ങയെ ആരാക്ഷേപിച്ചു അവനാണ് വാലറ്റവൻ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. മറുപടി പറഞ്ഞു. നബി നിന്ദയുടെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്ന വ്യക്തമായ ഒരു വീക്ഷണം സഹോദരങ്ങളെ, ആശയപരമായി അതിനെ പ്രതിരോധിക്കണം എന്ന് തന്നെയാണ്. ഈ ആക്ഷേപങ്ങളിലെല്ലാം പരിശുദ്ധ ഖുർആൻ നമ്മളോട് വിശദീകരിക്കുന്നതും അതേ നിലയിൽ അതിന് മറുപടി പറയണം എന്നാണ്. وَإِذَا رَأَوْكَ إِن يَتَّخِذُونَكَ إِلَّا هُزُوًا هَذَا الَّذِي بَعَثَ اللَّهُ رَسُولًا إِنْ كَادَ لَيُضِلُّنَا عَنْ آلِهَتِنَا. ഇവൻ നമ്മളെ നമ്മളുടെ ദൈവങ്ങളിൽ നിന്ന് തെറ്റിച്ചു കളയുകയാണല്ലോ, ഇവനെയാണോ അള്ളാഹുവിന് പ്രവാചകനാക്കാൻ തോന്നിയത് എന്ന് അവർ ആക്ഷേപിക്കുന്ന വർത്തമാനത്തെ പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. തുടർന്ന് അതേ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം അങ്ങയുടെ ഭാഗത്തു നിന്ന് വരുന്നതാണ് നബിയേ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. വയഖൂലൂന, അവർ പറയും, ഇന്നാ ലതാരികു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. ഭ്രാന്തനായ ഒരു കവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ വിടാനോ? ഭ്രാന്തനായ ഒരു കവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കാനോ? സുമ്മ തവല്ലു അൻഹു. മറ്റൊരായത്ത്, വഖാലു, അവർ പറയും, മുഅല്ലമുൻ മജ്നൂൻ, എവിടെ നിന്നോ കേട്ട് പഠിച്ച ഒരു മജ്നൂനാണ് നബി എന്നവർ പറയും. വഖാലു, അവർ പറയും, അസാതീറുൽ അവ്വലീൻ ഇക്തതബഹ വഹിയ തുംല അലൈഹി ബുക്റതൻ വഅസീല. മുൻഗാമികളുടെ ചരിത്രങ്ങൾ കേട്ട് സ്വന്തമായി എഴുതിയുണ്ടാക്കിയ ചില വാഗ്ധോരണികളുമായി രംഗത്ത് വരുന്ന ഒരു കെട്ടുകഥക്കാരനാണ് അവർ പറയും. നബി അങ്ങ് തിരിച്ചു പറയണം, അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലെയും ഭൂമിയിലെയും രഹസ്യങ്ങൾ അറിയുന്നവനായ അല്ലാഹു അവതരിപ്പിച്ചതാണ് ഈ പരിശുദ്ധ ഗ്രന്ഥമെന്ന് അങ്ങ് തിരിച്ചു പറയണം. വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്. ജനങ്ങളെല്ലാം വിശ്വസിച്ചതുപോലെ, സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്ക് എന്നവരോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ അവര് പറയും, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണമെന്നോ? നബിയെ പറയണം, അവരാണ് വിഡ്ഢികൾ, അവരാണ് വിഡ്ഢികൾ. വാലറ്റവൻ എന്ന് നബി തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ ഖുർആൻ മറുപടി പറഞ്ഞു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അങ്ങയെ ആക്ഷേപിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വാലറ്റവൻ. വഇദാ ഖീല ലഹും ആമിനു യഖൂലൂന, അവര് പറയും, ലഇൻ റജഅനാ ഇലൽ മദീന ലയുഖ്രിജനൽ അഅസ്സു മിൻഹൽ അദൽ. മദീനയിലേക്ക് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ അന്തസ്സുള്ളവരായ നമ്മൾ അന്തസ്സില്ലാത്ത നിന്ദ്യന്മാരായ അവരെ മദീനയിൽ നിന്ന് പുറത്താക്കും. നബിയെ അങ്ങതിന് മറുപടി പറയണം, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് അല്ലാഹുവിനാണ്, അല്ലാഹുവിന്റെ റസൂലിനാണ്, മുഅ്മിനീങ്ങൾക്കാണ് എന്നങ്ങ് മറുപടി പറയണം. ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ അങ്ങ് സ്വീകരിക്കണം നബിയെ. ഫസ്ബിർ അലാ മാ യഖൂലൂൻ. അവർ ഈ പറയുന്ന ആക്ഷേപങ്ങളിൽ അങ്ങ് ക്ഷമിക്കണം നബിയെ. ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല അൽ ഗുറൂബ്.
സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമനത്തിന് മുമ്പും അങ്ങ് അള്ളാഹുവിന്റെ തസ്ബീഹിലായി കഴിഞ്ഞുകൂടണം, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞുകൂടണം. അങ്ങ് ക്ഷമിക്കും നബിയെ. വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ വലാ തസ്തഅജിൽ ലഹും. നിശ്ചയദാർഢ്യമുള്ള മുൻഗാമികളായ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ അങ്ങ് ക്ഷമിക്കണം നബിയെ. അവർക്കെതിരെ പെട്ടെന്ന് അങ്ങ് നടപടിയെടുക്കരുത്. വലാ തസ്തഅജിൽ ലഹും. അവർക്കെതിരെ പെട്ടെന്ന് അങ്ങ് ദുആ ചെയ്യരുത്. ഖുർആൻ പറയാണ് നബി നിന്ദകർക്കെതിരെ ക്ഷമിക്കണം നബിയെ എന്ന്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ധാരാളം ആയത്തുകൾ കാണാൻ കഴിയും. ഈ ആയത്തുകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനസ്സിലാക്കി തരുന്നത് പ്രവാചകർ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ അവർ ഉന്നയിച്ച ആക്ഷേപങ്ങളും ആ ആക്ഷേപങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പറയുന്ന മറുപടികളുമാണ്. സഹാബാക്കൾ ഇത് കേൾക്കുമ്പോൾ അവർക്കിത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. ഞാൻ ചെറിയൊരു ചരിത്രം പറയാം. സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ സുഹൈൽ ഇബ്നു അംർ മക്കയിലെ മുശ്രിക്കീങ്ങളിലെ ഏറ്റവും സാഹിത്യ രൂപേണ സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രഭാഷകനായിരുന്നു. നല്ല ഭംഗിയായി സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രഭാഷകൻ. ഈ സുഹൈൽ ഇബ്നു അംറിന്റെ ഒരൊറ്റ തൊഴിലേയുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുക, തങ്ങളെ പരിഹസിക്കുക. നല്ല സാഹിത്യ അഭിരുചിയുള്ള മനുഷ്യനാണ്. ഇവൻ സംസാരിക്കാൻ തുടങ്ങിയാൽ അവിടെയുള്ള ആളുകളെല്ലാം അവന് ചുറ്റും ഒരുമിച്ച് കൂടും. നല്ല പ്രഭാഷകനാണ്, നല്ല പാട്ടെല്ലാം പാടും. സുഹൈൽ ഇബ്നു അംർ എന്നാണ് അവന്റെ പേര്. നബി നിന്ദയുടെ വിഷയത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രവാചക നിലപാടാണ് ഈ ചരിത്രത്തിൽ വ്യക്തമാകുന്നത്. ഈ സുഹൈൽ ഇബ്നു അംർ മക്കയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്ന 13 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിരന്തരം ആക്ഷേപിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആദ്യം മുതലേ ആക്ഷേപിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. സഹോദരങ്ങളെ, സഹാബാക്കൾക്ക് അവനെ കാണുമ്പോൾ വെറുപ്പായിരുന്നു. കാരണം അവൻ വാ തുറന്നാൽ തങ്ങളെ ആക്ഷേപിക്കുകയുള്ളൂ. ഈ സാഹിത്യ വാക്കുകളൊക്കെ അറിയാവുന്നത് കൊണ്ട്, അറബി സാഹിത്യത്തിന്റെ കുലപതി ആയതുകൊണ്ട് തന്നെ അവൻ പറയുന്നത് കേൾക്കാനും കൂടിയിരുന്ന് ചിരിക്കാനും ആളുകളും കൂടുതലായിരുന്നു. സുഹൈൽ ഇബ്നു അംർ. സഹോദരങ്ങളെ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്തകളിലും ഹജ്ജിന്റെ സീസണിലൊക്കെ ആളുകൾ വരുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് പരിശുദ്ധമായ ദീൻ പറയും, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തും. അത് കഴിയുമ്പോൾ ഉടൻ തന്നെ അതിനേക്കാൾ നല്ല പ്രഭാഷണവുമായി സുഹൈൽ വരും. ആളുകൾ സുഹൈലിന്റെ പുറകെ തിരിയും. ഇതൊരു പതിവാണ്. മക്കയിൽ നിന്ന് പരിശുദ്ധ റസൂൽ മദീനയിലേക്ക് യാത്രയായി. മദീനയിലും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കാൻ, എതിര് പറയാൻ സുഹൈൽ ഇബ്നു അംർ മുൻപന്തിയിലുണ്ടായിരുന്നു. ബദർ യുദ്ധത്തിന്റെ വേളയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ധാരാളം കവിതകൾ അവൻ ആലപിക്കുന്നുണ്ട്. നമുക്കറിയുമോ, ഹുദൈബിയ സന്ധി നടക്കുന്ന സമയം, ഹുദൈബിയ സന്ധിയിൽ ഈ ബദർ യുദ്ധത്തിൽ ഈ സുഹൈൽ ഇബ്നു അംർ പിടിക്കപ്പെടുന്നുണ്ട്. സുഹൈൽ ഇബ്നു അംർ ബദർ യുദ്ധത്തിൽ തടവിൽ പിടിക്കപ്പെടുന്നുണ്ട്. സഹാബാക്കൾക്ക് പ്രതികാരത്തിന് അല്ലെങ്കിൽ ദേഷ്യം തീർക്കാനുള്ള വലിയൊരു അവസരമാണ്. സുഹൈൽ ഇബ്നു അംറിനെ തടവിൽ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവர்கள் പറയുന്ന ഒരു വാക്കുണ്ട്, തങ്ങളെ അവനെ എനിക്ക് വിട്ടേക്ക്. ഈ പ്രായശ്ചിത്തം മേടിച്ചിട്ട് അവരെ മോചിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ സുഹൈലിന്റെ വിഷയത്തിൽ അവനെ വെറുതെ വിടാൻ പാടില്ല നബിയെ. മിനിമം അവന് 2 പല്ലെങ്കിലും അടിച്ച് താഴെ വിടാൻ പാടുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. അവനെ എനിക്ക് വിട്ടേക്ക്, അവന്റെ 2 പല്ല് ഞാൻ താഴെ. അവനിനി അങ്ങേ പറ്റും ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. പറയുമ്പോ നാവ് കുഴയണം, അങ്ങനെയല്ല. ആ വാക്ക് തന്നെയാണ്, അവന്റെ 2 മുൻപല്ലടിച്ച് താഴെ ഇടണം എന്നാണ് ഉമർ റളിയല്ലാഹു തആല അവர்கள் പറയുന്നത്. അതൊരു വൈകാരിക, നമ്മുടെയൊക്കെ തല അതാണ്, നമുക്ക് ഇഷ്ടം അതാണ്. അങ്ങനെയുള്ളവന്മാർ 2 കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും വൈകാരിക തല അതാണ്. ഉമർ റളിയല്ലാഹു അങ്ങനെ പറയാണ്, എന്നെ വിട്ടേക്ക് നബി, അവന്റെ 2 പല്ലടിച്ച് ഞാൻ താഴെ ഇടാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. നീ ഒരൽപ്പം മയം കാണിക്കും ഉമറേ, സുഹൈലിനെ കൊണ്ട് നീ സന്തോഷിക്കുന്ന ഒരു രംഗം നിനക്ക് നിന്റെ ജീവിതത്തിൽ വരും എന്നാണ്. സുഹൈലിനെ കൊണ്ട് നീ സന്തോഷിക്കുന്ന ഒരു രംഗം നിനക്ക് നിന്റെ ജീവിതത്തിൽ വരും എന്നാണ്. സഹോദരങ്ങളെ, കാലം കഴിഞ്ഞു, അവൻ മുശ്രിക്കായിട്ട് തന്നെയാണ്. ഹുദൈബിയ സന്ധി നടക്കുന്ന സമയമുണ്ട്, മക്ക ഫതഹിന് തൊട്ടു മുമ്പുള്ള വർഷം. ഹുദൈബിയ സന്ധിയിൽ മുശ്രിക്കീങ്ങളുടെ ഭാഗത്ത് നിന്ന് ദൂതനായി വരുന്നത് സുഹൈലാണ്. ഈ സുഹൈൽ ഇബ്നു അംർ അവൻ വന്നിട്ടാണ് ആ ഉടമ്പടികളൊക്കെ എഴുതുന്നത്. സുഹൈൽ വന്നപ്പോ അവന്റെ പേര് കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, സുഹൈൽ എന്ന വാക്കിന്റെ അർത്ഥം എളുപ്പം എന്നാണ്. എളുപ്പം, സുഹൈൽ വരുന്നത് എളുപ്പമായ കാര്യം കൊണ്ടായിരിക്കും എന്ന് നബി തങ്ങൾ അവനെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്. അവൻ വന്നിട്ടാണ് ഈ കിരാതമായ, ഉൾക്കൊള്ളാൻ കഴിയാത്ത സന്ധി ഉടമ്പടികളൊക്കെ എഴുതുന്നത്. നബിതങ്ങളുടെ പേരെഴുതിയപ്പോ പേരെഴുതാൻ പാടില്ല, റസൂലുള്ളാഹ് എന്ന് എഴുതി വെട്ടണം, ഇബ്നു അബ്ദില്ലാ എന്നാക്കണം എന്ന് പറയുന്നത് ഈ സുഹൈലാണ്. അവനറിയാം എവിടെയാണ് കൊള്ളിക്കേണ്ടതെന്ന് അവനറിയാം. നബിതങ്ങൾ പറയുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിനോട് പേര് മായ്ക്ക്, റസൂലുള്ളാഹ് എന്നുള്ളത് മായ്ക്ക്, എന്റെ ഇബ്നു അബ്ദില്ലാ എന്ന് എഴുത്. അലി റളിയല്ലാഹു തആല അൻഹു അവர்கள் പറഞ്ഞു, എനിക്ക് കഴിയില്ല നബിയെ, എന്നാ എവിടെയാണ് തൊട്ട് കാണിച്ചതാണ് താ അലി, ഞാൻ മായ്ച്ചോളാം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ച് അലി റളിയല്ലാഹു അൻഹു പേപ്പറിൽ വെക്കുന്നുണ്ട്. കാരണം റസൂലുള്ളാഹ് എന്നുള്ളത് മായ്ക്കാൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ അത് സമ്മതിച്ചില്ല. ഇത് വൈകാരികമാണ്, അതൊരു ഈമാന്റെ ഭാഗമാണ്, ഈമാനികമായ വികാരത്തിന്റെ ഭാഗമാണ്. തങ്ങളാണ് മായ്ക്കുന്നത്, റസൂലുള്ളാഹ് എന്നുള്ളത് മായ്ച്ചത്. എന്നിട്ട് ഇബ്നു അബ്ദില്ലാ എന്ന് എഴുതിപ്പിക്കുന്നത് ഈ സുഹൈലാണ്. നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ നാം അവനെ വെച്ചുകൊണ്ടിരിക്കില്ല. പക്ഷെ സഹോദരങ്ങളെ, മക്കം ഫതഹിന്റെ സമയത്ത് ഇയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, മുസ്ലിമായി. മക്കം ഫതഹിന്റെ സമയത്ത് നബിതങ്ങൾ സ്വീകരിച്ച നിലപാടാണ് അവനെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. കാരണം അവൻ വിചാരിച്ചത് അവനടക്കമുള്ള ആളുകളെ തങ്ങൾ തട്ടിക്കളയുമെന്നായിരുന്നു, പ്രതികാരമെടുക്കുമെന്നായിരുന്നു. പക്ഷെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ മഹിതമായ ഉദാഹരണമായിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അന്ന് നിലകൊണ്ടത്. സഹോദരങ്ങളെ, തങ്ങൾ വഫാത്തായി, യാത്രയായി. ഉമർ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സഹാബാക്കൾ വലിയ വിഷമത്തിലിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഖ്യാതമായ ഒരു പ്രഭാഷണത്തെ പറ്റി നമുക്കറിയാമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ വലിയ അസ്വസ്ഥതയിൽ, തങ്ങൾ മരിച്ചിട്ടില്ല, എന്റെ നബി അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയിരിക്കുകയാണ്, ഇപ്പൊ തിരിച്ചു വരും. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് അങ്ങനെയാണ്. സഹാബത്തിനെ പിടിച്ചിരുത്തിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രഭാഷണമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിലാണ് പറഞ്ഞത്, ആര് മുഹമ്മദിനെ ആരാധിക്കുന്നോ, എല്ലാവരും മനസ്സിലാക്കണം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ആര് അല്ലാഹുവിനെ ആരാധിക്കുന്നോ, അല്ലാഹു ഒരിക്കലും വഫാത്താവുകയില്ല, അല്ലാഹു ഒരിക്കലും മരിക്കുകയില്ല. ഈ പ്രസംഗം നടത്തിയത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രഭാഷണത്തിന് തൊട്ടു മുമ്പ് സംസാരിക്കുന്നത് ഈ സുഹൈൽ ഇബ്നു അംറാണ്. സഹാബത്തിനെ ആ സങ്കടത്തിന്റെ സമയത്ത് പിടിച്ചു നിർത്താൻ തന്റെ സാഹിത്യത്തിന്റെ, പ്രഭാഷണത്തിന്റെ ശൈലിയെ ഉപയോഗിക്കുന്നവൻ ഈ സുഹൈൽ ഇബ്നു അംറാണ്. അവൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു അവர்கள் ചിരിക്കുന്നുണ്ട്. സുഹൈലിന്റെ പ്രഭാഷണം നടക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു അവர்கள் ചിരിച്ചു. കൂടെയുള്ളവർ ചോദിച്ചു, എന്തിനാണ് തങ്ങളെ നിങ്ങൾ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു അവர்கள் പറയുന്നുണ്ട്, ഈ സുഹൈലിനെ കുറിച്ച് എന്നോട് ഒരിക്കൽ നബിതങ്ങൾ പറഞ്ഞിരുന്നു ബദറിന്റെ സമയത്ത്, സുഹൈലിനെ കൊണ്ട് നീ സന്തോഷിക്കുന്ന ഒരു രംഗം വരും ഉമറേ, അതുകൊണ്ട് പല്ലടിച്ച് താഴെയിടാൻ വരട്ടെ, അതുകൊണ്ട് പല്ലടിച്ച് താഴെയിടാൻ വരട്ടെ. നിഷ്ക്രിയമായിരിക്കണം എന്നാണോ ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്? നബി നിന്നയുണ്ടാകുമ്പോ, പ്രവാചക പരിഹാസങ്ങൾ ഉയരുമ്പോ നിഷ്ക്രിയമായിരിക്കണമെന്നാണോ? അല്ല, നിഷ്ക്രിയമാവണമെന്നല്ല. ആ സമയത്ത് നമ്മൾ പ്രബോധനത്തെ, ദഅവത്തിനെ വർദ്ധിപ്പിക്കണം എന്നതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്ക് ചുറ്റും തങ്ങളുടെ ആശയങ്ങളെ നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ,
ഏത് നിലപാട് സ്വീകരിക്കണം എന്നതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് ഈ സംഭവം. നിഷ്ക്രിയമായി നിശബ്ദമായിരിക്കണമെന്നല്ല. അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മളുടെ ദഅവത്തിനെ, നമുക്കറിയാവുന്ന ഹക്കിനെ, അതിനെ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നതാണ്. മുഅ്മിനീങ്ങളിലേക്ക് ഈ അപകടം എത്താതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ ഘടകം അതാണ്. രണ്ടാമത്തേത്, ആ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന പ്രബോധനത്തിന്റെ ശീലുകളിലേക്ക് നാം തിരിയുകയും വേണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ട് മേഖലയും, ഈ രണ്ട് നിലപാടും ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖൂലു റാഇന, നിങ്ങൾ റാഇന എന്ന് പറയരുത്. ലാ തഖൂലു റാഇന വഖൂലു, നിങ്ങൾ പറയണം ഉൻദുർന, ഉൻദുർന എന്ന് പറയണം. ഒരായത്താണ് ഖുർആനിലെ. റാഇന എന്ന് പറഞ്ഞാൽ അറബിയിൽ ആ വാക്കിന്റെ അർത്ഥം ഞങ്ങളെ പരിഗണിക്കുക എന്നാണ്, ഞങ്ങളെ ശ്രദ്ധിക്കുക എന്നാണ്. റാഇന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ്. തങ്ങൾ പറയാണ്, പരിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കൂ എന്ന് പറയാൻ റാഇന എന്ന അറബി പദം ഉപയോഗിക്കരുത്. മറിച്ച് ഉൻദുർന എന്ന അറബി പദം ഉപയോഗിക്കൂ. എന്താണ് അതിന്റെ വ്യത്യാസം? യഹൂദികളായ ആളുകൾക്കിടയിൽ അവരുടെ ഭാഷയിൽ റാഇന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിഡ്ഢി എന്നാണ്, വിവരമില്ലാത്തവൻ എന്നാണ്. അത് ആക്ഷേപത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ ആ പദം ഉപയോഗിക്കേണ്ട, അറബി അതിന് മറ്റൊരർത്ഥമാണെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അവരുടെ ഭാഷയിൽ ഇതിനെ മോശമായ ഒരു പദമായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പദം നിങ്ങൾ ഉപയോഗിക്കല്ലേ, നിങ്ങൾ ഉൻദുർന എന്ന അറബി മാറ്റി പറഞ്ഞോളൂ. മുഅ്മിനീങ്ങളിലേക്ക് ആ അപകടം എത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. മുഅ്മിനീങ്ങളെ സേഫാക്കി നിർത്തണം. നബി നിന്ദയുടെ, പ്രവാചക നിന്ദയുടെ ആശയങ്ങളെ, ഈമാനുള്ളവരുടെ ആശയത്തെ, അവരുടെ വിശ്വാസത്തെ വികലമാക്കുന്ന അവസ്ഥയിലേക്ക് പോകാതെ തടയിടാൻ നമുക്കാവണം. പരിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, പ്രവാചകരുടെ ശബ്ദത്തിന്റെ മേൽ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. പ്രവാചകരുടെ ശബ്ദത്തിന്റെ മേൽ നിങ്ങൾ ശബ്ദം ഉയർത്താൻ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല. മുഅ്മിനീങ്ങളിലേക്ക് ആ ആദരവിന്റെ, ബഹുമാനത്തിന്റെ ശീലുകൾ പകർന്നു നൽകുകയാണ് ഖുർആൻ. وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا, നമ്മളുടെ ദൃഷ്ടാന്തങ്ങളിൽ അനാവശ്യമായി മുഴുകി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അങ്ങ് കണ്ടു കഴിഞ്ഞാൽ ഫഅരിദ് അൻഹും, അവരിൽ നിന്ന് അങ്ങ് മാറിപ്പോയേക്കണം, അവരുടെ തിരിക്കണ്ട. അവർ ദീനിനെ പരിഹസിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിയാൽ അവരുടെ തിരിഞ്ഞേക്കരുത്. പരിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ് അൻ ഇദാ സമഅതും ആയാതില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദു മഅഹും, അല്ലാഹുവിന്റെ ആയത്തുകൾ നിഷേധിക്കപ്പെടുകയോ പരിഹസിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതായി നിങ്ങൾക്കൊരു ചർച്ചയിൽ തോന്നിയാൽ നിങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുക്കരുത്, മാറിപ്പോയേക്കണം. ഒന്നാമത്തെ ഭാഗം സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളിലേക്ക് ഈ നിന്ദയുടെ, പരിഹാസത്തിന്റെ, അവർ എഴുതിവിടുന്ന പ്രവർത്തനങ്ങൾ, എഴുതിവിടുന്ന ഏടുകൾ, എഴുതിവിടുന്ന ആശയങ്ങൾ എത്താതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. രണ്ടാമത്, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുന്ന നിലയിൽ നാം അതിനെ പ്രതിരോധിക്കുന്ന പ്രബോധകന്മാരായി മാറണം. ഇബ്നു ബത്തൽ എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു മുശ്രിക്കീങ്ങൾക്കിടയിൽ. നിബിധങ്ങളെ സ്ഥിരമായി ആക്ഷേപിക്കുന്നവനാണ്, യുദ്ധങ്ങളിൽ ആക്ഷേപിക്കുന്നവൻ. നമ്മൾ ഇന്ന് സാധാരണ സോഷ്യൽ മീഡിയ എഫക്ട് എന്നൊക്കെ പറയില്ലേ, ഒരു വിഷയത്തെ വേഗം പ്രചരിപ്പിക്കാനെന്ന് സോഷ്യൽ മീഡിയ മതി. അതിലൂടെ ഒരാളെ ഇകഴ്ത്താൻ എളുപ്പമാണ്, ഒരാളെ പുകഴ്ത്താൻ എളുപ്പമാണ്. അയാൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു മനുഷ്യന്റെ അഡ്രസ് ഇല്ലാതാക്കാൻ പറ്റും, അല്ലേ? സോഷ്യൽ മീഡിയ എഫക്റ്റിനെ പറ്റി നമ്മൾ പറയും, ഇതിന്റെ 10 മടങ്ങ് എഫക്റ്റ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് കവിതകൾക്ക്. ഇന്ന് നമ്മൾ ഒരാള് നബിതങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി ആക്ഷേപിക്കുന്നു നമ്മുടെ മുമ്പിൽ കാണുക.
നമുക്ക് അയാളോട് ഉണ്ടാകുന്ന ദേഷ്യം എത്ര വലുതായിരിക്കും അല്ലെ? ഈ ആരിഫ് ഹുസൈൻ എന്ന് കേൾക്കുമ്പോ നമുക്ക് വരുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ. ലിയാഖത്ത് എന്ന് കേൾക്കുമ്പോ നമുക്ക് വരുന്നൊരു ദേഷ്യം ഉണ്ടല്ലോ. അത് ഇതിന്റെ ഒരു അവസ്ഥയാണ്. ഇതിന്റെ 10 മടങ്ങ് എഫക്റ്റ് ആണ് അന്ന് കവിതകൾക്ക്. ഇബ്നു ബത്തൽ സ്ഥിരം കവിത പറയും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെതിരെ സ്വീകരിച്ച നടപടി എന്താണെന്നറിയോ? ഇബ്നു ബത്തലിനെതിരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത് ക്രിയാത്മകമായ മറ്റൊരു നടപടിയാണ്. ആ നടപടി ഇബ്നു ബത്തലിന് മറുപടി പറയാൻ വേണ്ടി ഹസ്സാൻ ഇബ്നു സാബിത്തിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാപ്തരാക്കി എന്നതാണ്. അവൻ കവിത പറയുമ്പോൾ നബി തങ്ങൾ പറയും, ഹസ്സാൻ നീ മറുപടി പറയേ എന്ന് പറയും. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അവർ അതിന് കൃത്യമായി മറുപടി പറയും. ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കവിതയ്ക്ക് മുമ്പിൽ ഇബ്നു ബത്തലിന്റെ കവിതകൾക്ക് പ്രഭമങ്ങിപ്പോയി. സ്വീകരിച്ച നിലപാടിന്റെ ഒരു ശൈലി അതാണ്. പ്രബോധനത്തിന്റെ വഴിയിൽ കൂടുതൽ നാം ശ്രദ്ധിക്കണമെന്ന് ഈ സംഭവങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയുണ്ട്. മുശ്രിക്കത്താണ്, തങ്ങളെ ആക്ഷേപിക്കുന്നവരാണ്, തങ്ങളെ കളിയാക്കുന്നവരാണ്. തങ്ങൾക്കതറിയാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉമ്മയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ദീനിലേക്ക് വാ, ഇസ്ലാമിലേക്ക് കടന്നു വാ. ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന പ്രവാചകന്മാരുടെ പിതാക്കന്മാരോട് ചേർത്തുള്ള ആക്ഷേപങ്ങളാണ് ഉമ്മ പറഞ്ഞത്. സങ്കടത്തോടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവർ പരിശുദ്ധ റസൂലിന്റെ സന്നിധിയിൽ വരുന്നുണ്ട്. വേദനയോടെ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. തങ്ങളെ എപ്പോഴും ഇത് തന്നെയാണ്, അങ്ങയെ ആക്ഷേപിക്കലാണ് ഉമ്മയുടെ ജോലി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാനെ കൊണ്ടാ കാണിച്ചു കൊടുക്കാം. ആഹാ, എന്നെ ആക്ഷേപിക്കാം, അങ്ങനെയൊക്കെ ആയി തുടങ്ങിയോ? എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവർ നബി തങ്ങളോട് പറയുന്ന വാക്ക്, തങ്ങളെ എന്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആ ഇറക്കണം, അവർ ദീനിലേക്ക് വരാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ആലോചിച്ച് നോക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബൂ ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മയ്ക്ക് നീ ഹിദായത്ത് കൊടുക്കണമേ പടച്ചവനെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ ദുആയും കേട്ടുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ, അവർ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ കുളിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുകയാണ്. ഉമ്മ കുളിച്ചിറങ്ങി ഡ്രസ്സ് മാറി വരുന്നു. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? തങ്ങൾക്കെതിരെ സിഹ്ർ ചെയ്തയാളെ നബി തങ്ങൾക്ക് അറിയില്ലായിരുന്നോ? തങ്ങൾ ഇനി എഴുന്നേൽക്കരുത് എന്ന ലക്ഷ്യത്തിൽ, സ്ഥിരം കിടപ്പ് രോഗിയാകണമെന്ന ലക്ഷ്യത്തിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ മാരണം ചെയ്തവരുണ്ടല്ലോ. തങ്ങൾക്ക് അവന്റെ പേരറിയില്ലായിരുന്നോ? അവൻ ചെയ്ത പ്രവൃത്തി അറിയില്ലായിരുന്നോ? ആ സിഹ്ർ എവിടെയാണ് ഉള്ളത് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ? അവന്റെ ഒരു രോമമെങ്കിലും പിഴുകാൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് അനുവദിച്ചോ? ചരിത്രം വായിക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷം നൽകിയ യഹൂദിയായ ഒരു വനിതയുണ്ട്. വിഷം നൽകിയ വനിത. അന്ന് തുടങ്ങിയ അസ്വസ്ഥതയാണ് പരിശുദ്ധ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ഉരുളയെ നബി തങ്ങൾ വായിലേക്ക് വെച്ചുള്ളൂ, ചവച്ചതേയുള്ളൂ. അതികഠിനമായ വിഷമായിരുന്നു. നബി തങ്ങൾക്കറിയാമായിരുന്നു. നബി തങ്ങളുടെ ആട് സംസാരിച്ചു എന്നാണ് ജിബ്രീൽ അറിയിച്ചു. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പിക്കളഞ്ഞു. എന്നിട്ട് ആ സ്ത്രീയെ നബി തങ്ങൾ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. നബി തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. അതിനുശേഷവും ആ സ്ത്രീ മദീനയിൽ ജീവിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറദുൽ മൗത്തിന്റെ സമയത്ത് പറയുന്നുണ്ട്, മരണത്തിന്റെ സമയത്ത് ആ അന്ന് കഴിച്ച അതിന്റെ വാസന എന്റെ നാവിൽ ഇപ്പോഴും നിൽക്കുന്നു എന്ന്. ആ വിഷത്തിന്റെ വാസന, ഒരു വാസനയുണ്ടല്ലോ, അതിന്റെ അനുഭവം അതെന്റെ നാവിൽ വരുന്നു എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് ആ പെണ്ണിനെ അറിയില്ലായിരുന്നു. സഹാബാക്കൾക്ക് ആ പെണ്ണിനെതിരെ നടപടിയെടുക്കാനുള്ള ശേഷി എന്നില്ലായിരുന്നു.
തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് സഹാബത്തിന് അനുവദിച്ചോ? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സഹാബത്തിന് അനുവദിച്ചില്ല. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. സഹോദരങ്ങളെ, നബി നിന്നയ്ക്ക് പുതിയ കാലവും ആവശ്യപ്പെടുന്ന 2 രീതികളുണ്ട്. ഇതിന്റെ 2ാമത്തെ ഭാഗവും 3ാമത്തെ ഭാഗവും ഉണ്ട് കേട്ടോ. അപ്പോഴാ വിഷയം പൂർണ്ണമാവുള്ളൂ. അതല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ മനസ്സിൽ കെട്ടിക്കിടക്കും. ഇതിന്റെ 2ാം ഭാഗമുണ്ട്, 3ാം ഭാഗമുണ്ട്. അതിനുശേഷം സംശയങ്ങൾ ചോദിച്ചാൽ മതി. ഈ ഭാഗത്തിൽ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിലൊന്നാമത്തേത്, പ്രവാചകരെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, നമ്മളൊക്കെ ഇപ്പൊ ചെയ്യുന്നൊരു രീതിയുണ്ട്. അത് വായിക്കുന്നു, നമുക്ക് വേദന തോന്നുന്നു, വിഷമം തോന്നുന്നു, അല്ലേ? ഇതൊക്കെ വായിക്കാതെ സ്ക്രോൾ ചെയ്ത് വിടുന്നു, അല്ലേ? സ്ക്രോൾ ചെയ്ത് വിടുന്നു, സ്കിപ്പ് ചെയ്യുന്നു. നമ്മളുടെ പ്രതികരണത്തിന്റെ അങ്ങേയറ്റം അതാണ്, സ്കിപ്പിംഗ്. അത് വായിക്കാതിരിക്കുക എന്നതാണ് നമ്മളുടെ പ്രതികരണം. അവൻ പറയുന്ന നിരർത്ഥകമായ ഇത്രയും വലിയ ബാത്തിലിനെ കണ്ടിട്ട് നിനക്കതെങ്ങനെയാണ് അവഗണിക്കാൻ തോന്നുന്നത്? ഇത് ഏതെങ്കിലും ദുർബലരായ ഈമാനുള്ള ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് എത്തിപ്പോയാൽ, അവന്റെ മുമ്പിലേക്ക് എത്തിപ്പോയാൽ, അവന്റെ ഈമാനിന് വരുത്തിയേക്കാവുന്ന അപകടത്തെ പറ്റിയിട്ടുള്ള ഗൗരവം നമ്മളുടെ മനസ്സിൽ വരാത്തത് എന്തുകൊണ്ടാണ്? പ്രവാചക നിന്ദയുടെ വിഷയത്തിൽ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടത് ഈ 2 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത്, പ്രവാചകൻ നിന്ന ഉൾക്കൊള്ളുന്ന ഒരു പോസ്റ്റോ, ഒരു കമന്റോ, ഒരു വീഡിയോയോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാധനം നമ്മളുടെ മുമ്പിൽ വന്നാൽ അതിനെ ക്ലിയർ ചെയ്ത് പഠിക്കാതെ സ്കിപ്പ് ചെയ്യരുത്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതെന്താണെന്ന് പഠിച്ചിരിക്കണം, അതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇക്കഴിഞ്ഞ ദിവസം വലിയ വിവാദമായ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ വിഷയത്തിൽ കാഫിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്യുണ്ടായി. നമ്മളെല്ലാത്തിനെയും നേരിടേണ്ട ഒരു രീതിയുണ്ട്, മനസ്സിലാക്കേണ്ട ഒരു രീതിയുണ്ട്. നമ്മളുടെ മുമ്പിൽ ഒരു പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് വന്നാൽ ആ പോസ്റ്റിനെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് സഹോദരങ്ങളെ. പ്രത്യേകിച്ച് കാഫിലയിലെ യുവാക്കൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളത് വായിച്ചിരിക്കണം. അതിനെതിരെ അതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കണം. മുഅ്മിനീങ്ങളിലേക്ക് അത് എത്തിയാലുള്ള അപകടത്തെ പറ്റി ബോധ്യവാന്മാരാവണം. അതിനോടൊപ്പം ആ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും, അത് ഏത് ആക്ഷേപമാണെങ്കിലും, ഇന്ന് നിലവിലുള്ള ഏത് ആക്ഷേപമാണെങ്കിലും അതെല്ലാം റീമേക്കാണ്, അതെല്ലാം പഴയത് പൊടിതട്ടി വരുന്നതാണ്. അതിനൊക്കെ അന്നേ മറുപടി എഴുതിയിട്ടുണ്ട്. ഇന്നും ആ മറുപടികൾ സുലഭമാണ്. നമ്മളായിട്ട് ആ മറുപടികൾ ഉണ്ടാക്കണം സഹോദരങ്ങളെ. തങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു പോസ്റ്റും മറുപടി ഇല്ലാതെ നിൽക്കാൻ പാടില്ല. അതിൽ ഞാനും നിങ്ങളും ഇടപെടണം. കൃത്യമായ ആശയ പ്രതിരോധം അതിന് തീർക്കണം. ഈ ആശയ പ്രതിരോധം തീർന്നാൽ തന്നെ, അതുണ്ടായാൽ തന്നെ ഇതിന്റെ സ്രോതസ്സിന് മങ്ങലേൽക്കും. ആ പ്രബോധനം എവിടെയും എത്താതെ പോകും. അവരുടെ ആ പ്രബോധനം എവിടെയും എത്താതെ പോകും. അത് ബാത്തിലാകുന്നത് നമുക്ക് നമ്മളുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും. ഖുർആൻ പറഞ്ഞ ഈ 2 ശൈലിയുണ്ട്. ഒന്ന്, മുഅ്മിനീങ്ങളിലേക്ക് എത്താതിരിക്കുക, ആവശ്യമില്ലാതെ ഷെയർ ചെയ്യാതിരിക്കുക. രണ്ടാമത്തേത്, കൃത്യമായ നിലയിൽ അത് വായിച്ച് മനസ്സിലാക്കി അതിന് മറുപടി എഴുതുക. ഇത് നമ്മളുടെ കടമയാണ്. ഈ ഭാഗത്തിൽ നബിനിന്ദയുടെ വിഷയത്തിൽ പഠിച്ചിരിക്കേണ്ടത് ഇതാണ്. ഇത് 2ാം ഭാഗമുണ്ട്. 2ാം ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. നബിനിന്ദയുടെ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട 2ാമത്തെ, ഖുർആൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ദീനിന്റെ നിലപാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ മനസ്സിലാക്കുന്നവരിൽ, ഉൾക്കൊള്ളുന്നവരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.